ഹായ് ഹലോ. മെഷീൻ അവർ റേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. മെഷീൻ അവർ റേറ്റ് രണ്ട് തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ഓർഡിനറി മെഷീൻ അവർ റേറ്റ്, അല്ലെങ്കിൽ ഇനി ഒന്ന് കോമ്പോസിറ്റ് ആൻഡ് കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റ്. ഓർഡിനറി മെഷീൻ അവർ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ മെഷീനറി എക്സ്പെൻസുകൾ അല്ലേ, അത് മാത്രം എടുക്കും. ഇനി കോമ്പോസിറ്റ് ആൻഡ് കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റിൽ മെഷീൻ എക്സ്പെൻസും അതോടൊപ്പം സ്റ്റാൻഡിങ് ചാർജസും എടുക്കും. അത്രയും നമ്മൾ നോക്കിയതാണ് അല്ലേ. അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രോബ്ലംസ്, ഈ സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അതിൽ ഫസ്റ്റ് കോമ്പോസിറ്റ് ആൻഡ് കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റിലാണ് എന്ത് പറയുന്നത്, സ്റ്റാൻഡിങ് ചാർജസ് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യണത്. ഓക്കെ, ഈ സ്റ്റാൻഡിങ് ചാർജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഒരുക്കങ്ങളൊക്കെ അവിടെ നടത്തും അല്ലേ. എന്തായിരിക്കും അത്? നമ്മളൊന്ന് മെറ്റീരിയലെല്ലാം എടുത്തുകൊണ്ട് വരും അല്ലേ. അതിൽ മെഷീനൊക്കെ അത് പ്രോപ്പർ കണ്ടീഷനിലാണോ നോക്കും. ഓയിൽ എന്തെങ്കിലും ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിക്കും. അങ്ങനെയുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവും. മെഷീൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവില്ല. ആ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഉള്ള ആ ഒരു എക്സ്പെൻസ്, അതെല്ലാം നമുക്ക് എന്താണ്, അതായത് മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിന് മുന്നേ ഉള്ള എക്സ്പെൻസ് എല്ലാം നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് എന്നുള്ള ഇതിലാണ് വരുന്നത്. മെഷീൻ പ്രവർത്തിപ്പിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും കുറേ എക്സ്പെൻസ് നമുക്ക് വരും അല്ലേ. ഇപ്പോൾ മെഷീൻ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ റെൻറ്റ് കൊടുത്ത് തീരുള്ളൂ. അപ്പോൾ റെൻറ്റ് കൊടുക്കണം. മെഷീൻ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് റെൻറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ഇലക്ട്രിസിറ്റി വേറെ, പവർ വേറെ. ഇത് ഇലക്ട്രിസിറ്റി മെഷീൻ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് പവർ വരുന്നത്, എന്നാൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വരും അല്ലേ. അവിടെ വേറെ ലൈറ്റ് ഉണ്ട്, ഫാൻ ഉണ്ട്, അതിനെല്ലാം ഇലക്ട്രിസിറ്റി ചിലവാകും. പിന്നെ സൂപ്പർവൈസർ സാലറി, അത് ഈ ഒരു മെഷീനിന് മാത്രമല്ലായിരിക്കും അല്ലേ. ബാലൻസ് ഉള്ള എല്ലാ മെഷീനും എല്ലാത്തിനുമുള്ള സൂപ്പർവൈസറുടെ സാലറി, ഇതെല്ലാം സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞാണ് ഇൻക്ലൂഡ് ചെയ്യണത്. ഇനി സ്റ്റാൻഡിങ് ചാർജസ് എന്നുള്ളത് നമുക്ക് മാക്സിമം തരണത് ആനുവലി അല്ലെങ്കിൽ ലൈഫ് ടൈം എന്ന് പറഞ്ഞാണ്. അതായത് ഒരു മെഷീൻ്റെ ലൈഫ് ടൈമിന് ഇത്രയും എക്സ്പെൻസ്, സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇത്രയാവും എന്ന് പറഞ്ഞിട്ടാണ് തരണത്. ലൈഫ് ടൈം എത്രയെന്നുള്ളത് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ അവേഴ്സിലേക്ക് മാറ്റണം. അതായത് ഈ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് ഒരു മെഷീൻ്റെ ഒരു അവറിലേക്ക് വരുന്ന എക്സ്പെൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തരുന്നത് മാക്സിമം ഒന്നില്ലെങ്കിൽ ആനുവലി അല്ലെങ്കിൽ ലൈഫ് ടൈം. ഒരു മെഷീന് ലൈഫ് ടൈം ഇത്ര എക്സ്പെൻസ് ആവും, അതിന് ഇത്രയും റിപ്പയേഴ്സ് വരും, അങ്ങനെ ലൈഫ് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഒരു 10 മെഷീൻ്റെ ആയിരിക്കും ഒരുമിച്ച് തരണത്. അതിൽ നിന്ന് നമുക്ക് ഒരു മെഷീൻ്റെ ഒരു അവറിലേക്കുള്ള ചാർജസ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കോംപ്രഹെൻസീവ് ആൻഡ് കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റിൽ ഫസ്റ്റ് ഇത് സ്റ്റാൻഡിങ് ചാർജസ് ആണ്. ആ സ്റ്റാൻഡിങ് ചാർജസ് നമ്മൾ ഇതേപോലെ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ എഴുതി ടോട്ടൽ ചെയ്യുക. അത് ടോട്ടൽ റുപ്പീസ് എന്നുള്ള കോളത്തിൽ കാണിക്കുക. ഇനി അതിനെ TMH കൊണ്ട്, ടോട്ടൽ മെഷീൻ അവർ റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ കിട്ടുന്ന എമൗണ്ടിനെ TMH കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ മെഷീൻ അവർ റേറ്റ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അവേഴ്സിൽ അത് കിട്ടുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് മെഷീൻ എക്സ്പെൻസ്, മെഷീന് മാത്രം വരുന്ന എക്സ്പെൻസുകൾ കണ്ടെത്തുക. ഫസ്റ്റ് എന്തായിരിക്കും? അത് ഡിപ്രീസിയേഷൻ മെഷീനിന് വരുന്നതാണ്. ഇനി എന്താണ്? പവർ, മെഷീൻ പ്രവർത്തിപ്പിച്ചാൽ വരുന്ന എക്സ്പെൻസാണ് പവറല്ല. റിപ്പയേഴ്സ്, ഓപ്പറേറ്റർ വേജസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. ഓക്കെ, അതും ഇതേപോലെ തന്നെ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ടോട്ടൽ റുപ്പീസിലെടുക്കാം. ഇനി അതിന് EMH കൊണ്ട്, എഫക്റ്റീവ് മെഷീൻ അവർ റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതും അവേഴ്സിൽ കിട്ടും.
ഇനി ആ സ്റ്റാൻഡിങ് ചാർജസിൻ്റെ അവേഴ്സും മെഷീൻ എക്സ്പെൻസിൻ്റെ അവേഴ്സും കൂടി ടോട്ടൽ ചെയ്യുന്നതാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചില കേസസിൽ TMH ആൻഡ് EMH എന്നുള്ളത് സെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് അതേപോലെ തന്നെ എടുത്താൽ മതി. ഇനി വേറൊന്ന് ഓപ്പറേറ്റർ വേജസ് എന്നുള്ളത്. ഓപ്പറേറ്റർ വേജസ് മന്ത്ലി ആണ് തന്നതെങ്കിൽ അത് സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് എടുക്കാം. മാക്സിമം അങ്ങനെയായിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മെഷീൻ എക്സ്പെൻസ് ആണെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെഷീൻ എക്സ്പെൻസ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, അത് നമുക്ക് പോയി ഇത് ചെയ്യണ അനുസരിച്ച് നമുക്ക് മനസ്സിലാവും. ഇനി വേറൊരു ഇതാണ്, നമുക്കിവിടെ TMH തന്നിട്ടുണ്ട് അല്ലേ. TMHലിരുന്ന് ടോട്ടൽ മെഷീൻ അവർ റേറ്റിലിരുന്ന് മെയിൻ്റനൻസ് ചാർജ് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? പ്രൊഡക്റ്റീവ് ടൈം കിട്ടും അല്ലേ. ടോട്ടൽ മെഷീൻ അവർ ഇത്രയാണ്, അതിന് മെയിൻ്റനൻസ് ചാർജസ് നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, അത് മൈനസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റീവ് ടൈം കിട്ടും. ഇനി അതിൽ നിന്ന് സെറ്റപ്പ് കോസ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ EMH കിട്ടും, എഫക്റ്റീവ് മെഷീൻ അവർ റേറ്റ് കിട്ടും. ഇത് ഒന്ന് പഠിച്ചു നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ EMH തന്നിട്ട് നമ്മളുടെ അടുത്ത് TMH കാണാനായിട്ട് പറയും. ചിലപ്പോൾ TMH തന്നിട്ട് EMH കാണാനാണ് പറയുന്നത്. TMH തന്നിട്ട് EMH കാണുകയാണെങ്കിൽ ഇതേപോലെ ലെസ് ചെയ്ത് എഴുതാം. EMH തന്നിട്ടാണ് TMH കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിലോ അത് പ്ലസ് ചെയ്ത് എഴുതണം. ഓക്കെ, ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇതാണൊരു എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Illustration 55. In a machine department of a factory, there are 5 identical machines. Okay. ഇവിടെ ഒരു മെഷീനല്ല തന്നേക്കുന്നത്, ഒരേപോലെയുള്ള 5 മെഷീനെ കുറിച്ചാണ് പറയണത്. മെഷീൻ അവർ റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. മെഷീൻ അവർ റേറ്റ് ഫോർ വൺ ഓഫ് ദി മെഷീൻ അല്ലേ. ഒരു മെഷീൻ്റെ 1 മണിക്കൂറിലേക്കുള്ള റേറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്പേസ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, സ്പേസ് ഒക്യുപ്പൈഡ് ബൈ ദി മെഷീൻ. ഓക്കെ, സ്പേസ് തന്നിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് സ്പേസ് തന്നിട്ടുണ്ട്, അതിൽ മെഷീൻ എത്ര സ്പേസിലാണ് വെച്ചിരിക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ദ മെഷീൻ, സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദ മെഷീൻ, എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ദ മെഷീൻ. ഇത് പറയണത് എന്തിനാണ്? ഇത് ഡിപ്രീസിയേഷൻ കാണാനായിട്ടാണ്. ഇതെന്തിനാണ്? ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ കാണാൻ. പക്ഷേ ഈ പ്രോബ്ലത്തിൽ ഡിപ്രീസിയേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ഡിപ്രീസിയേഷൻ എത്ര? 7.5% പെർ ആനം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നോർമൽ റണ്ണിങ് ഓഫ് ദ മെഷീൻ, നോർമൽ റണ്ണിങ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത് 2000 എന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമൽ റണ്ണിങ് ഓഫ് ദ മെഷീൻ 2000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് എന്തായിട്ട് എടുക്കേണ്ടത്? TMH ആയിട്ട് എടുക്കേണ്ടത്, ടോട്ടൽ മെഷീൻ അവർ റേറ്റ് ആയിട്ട് അല്ലേ. നോർമൽ റണ്ണിങ് ഓഫ് ദ മെഷീൻ ടോട്ടൽ മെഷീൻ അവർ റേറ്റ് ആയിട്ട് തന്നെ എടുക്കാം. വേറെ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ EMHും TMHും അത് തന്നെ എടുക്കാം. ഓക്കെ, ഇനി പവർ കൺസ്യൂംഡ് ബൈ ദ മെഷീൻ ആർ ഷോൺ ബൈ ദി മീറ്റർ 3000 പെർ ആനം. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കുള്ളൂ? അത് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, മെഷീനിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കേസിൽ ഇലക്ട്രിസിറ്റിന്ന് മാത്രം പറഞ്ഞു തരും. അവിടെ പവർ എന്നുള്ളത് സെപ്പറേറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോജിക്കിൽ എന്തെടുക്കണം? പവർ ഇല്ലാണ്ട് നമുക്കത് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല അല്ലേ. ഇലക്ട്രിസിറ്റിന്ന് മാത്രം തന്നാൽ അത് പവറായിട്ട് കൺസിഡർ ചെയ്യുവാണെന്ന് പറഞ്ഞ് ഒരു നോട്ട് എഴുതിയിട്ട് നമ്മളത് മെഷീൻ എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത് എസ്റ്റിമേറ്റഡ് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ത്രൂ ഔട്ട് ദ വർക്കിംഗ് ലൈഫ് ഓഫ് ദ മെഷീൻ. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് തന്നിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ ആ മെഷീൻ്റെ ലൈഫ് ടൈം ഫുള്ളായിട്ട് 5200 വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മെഷീൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 വർഷമാണ്. ആ 13 വർഷത്തേക്കുള്ളതാണ് കൊടുത്തിരിക്കുന്നത് 5200. സൺട്രി സപ്ലൈസ് ഇൻക്ലൂഡിങ് ഓയിൽ, വേസ്റ്റ് എക്സെട്ര ചാർജ്ഡ് ഡയറക്റ്റ് ടു മെഷീൻ എമൗണ്ട് 600 പെർ ആനം. അതർ എക്സ്പെൻസ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, അതർ എക്സ്പെൻസ് എന്തൊക്കെയാണ്? റെൻറ്റ്, റേറ്റ്സ്, ലൈറ്റിംഗ് ടു ബി അപ്പോർഷൻഡ് അക്കോർഡിംഗ് ടു വർക്കേഴ്സ് എംപ്ലോയിഡ്. ലൈറ്റിംഗ് തന്നിട്ടുണ്ട്, റെൻറ്റ്, റേറ്റ്സ് തന്നിട്ടുണ്ട്, സൂപ്പർവിഷൻ തന്നിട്ടുണ്ട്, അതർ ചാർജസ് തന്നിട്ടുണ്ട്. അതെന്താണ്? അത് സ്റ്റാൻഡിങ് ചാർജസ് ആണ് അല്ലേ. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി റെൻറ്റ്, റേറ്റ്സ്, ലൈറ്റിംഗ്, സൂപ്പർവിഷൻ, അതർ ചാർജസ് എന്നുള്ളത് എന്താണ്? അത് സ്റ്റാൻഡിങ് ചാർജസ് ആണ്. അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് തന്നിട്ടുണ്ട്, മെഷീൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഓക്കെ,
ഇനി എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് അസർടൈൻഡ് ദാറ്റ് ദ ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ റിക്വയർഡ് ബൈ ദ മെഷീൻ ഈസ് 2/5 and 3/5 being devoted to a machine. Okay, supervision 2/5. ഇനി എത്രയുണ്ട്? there are 16 workers in a department. അതിൽ 16 വർക്കേഴ്സ് ഉണ്ട്. അതിൽ 4 അറ്റൻഡൻറ്റ് ടു ദ മെഷീനിലേക്കാണ്, ബാലൻസ് ഉള്ളതാണ് വേറെ മെഷീനിലേക്ക്. ഓക്കെ, ഈ മെഷീനിലേക്ക് 4 പേരാണ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻ ഉണ്ടെന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് എന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡിങ് ചാർജസ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. എന്താണ് ഫസ്റ്റ് തന്നേക്കുന്നത് സ്റ്റാൻഡിങ് ചാർജസിൽ? റെൻ്റ് ആൻഡ് റേറ്റ്സ്. ഓക്കെ, റെൻ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ കൊടുത്തിരിക്കണേ? 9,000 ആണ് കൊടുത്തിരിക്കണേ. 9,000 എന്നുള്ളത് എത്ര മെഷീന് വേണ്ടിയിട്ട് വന്നതാണ്? റെൻ്റ് ആൻഡ് റേറ്റ്സ് എന്നുള്ള എത്ര മെഷീന് വേണ്ടിയിട്ടുള്ളതാണ്? 5 മെഷീൻ ഉള്ളതാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 5 ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മെഷീൻ്റെ കിട്ടും അല്ലേ? ഒരു മെഷീന് വന്ന റെൻ്റ് ആൻഡ് റേറ്റ്സ് കിട്ടും. അപ്പോൾ റെൻ്റ് ആൻഡ് റേറ്റ്സ് 9,000 ഡിവൈഡഡ് ബൈ 5 ഇടുക. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. റെൻ്റ് ആൻഡ് റേറ്റ്സിൻ്റെ ഇവിടെ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ എഴുതാം. 9,000 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് കൊടുത്തിരിക്കണേ? നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ലൈറ്റിംഗ് ആണ് അല്ലേ? ലൈറ്റിംഗ് 400 ആണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റിംഗ് എന്താണ് ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത്? ടു ബി അപ്പോർഷൻഡ് അക്കോർഡിംഗ് ടു വർക്കേഴ്സ് എംപ്ലോയ്ഡ് അല്ലേ? എത്ര വർക്കേഴ്സാണോ അവിടെ ജോലി ചെയ്യണത് അതിനനുസരിച്ചാണ് ലൈറ്റിംഗ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് വർക്കേഴ്സ് നോക്കണത്? നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഒരു 16 വർക്കേഴ്സ് ഉണ്ട്. അതിൽ 4 പേര് മെഷീനിന് വേണ്ടിയിട്ടുള്ളവരാണെന്ന്. അപ്പോൾ എങ്ങനെ എടുക്കും നമ്മൾ? 400 × 4 ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞ് എടുക്കാം. ഓക്കെ, 400 ഡിവൈഡഡ് ബൈ 16 × 4. ഓക്കെ, 100 വന്നു. ഇനി അടുത്ത എക്സ്പെൻസ് എന്താ കൊടുത്തിരിക്കണേ? സൂപ്പർവിഷൻ എത്ര പറഞ്ഞിരിക്കണേ? 1,250 എന്ന്. സൂപ്പർവിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 2/5 ആണ് എടുക്കേണ്ടതെന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 1,250യുടെ 1,250 × 2/5. ഓക്കെ, 1,250 ഡിവൈഡഡ് ബൈ 5 × 2 എത്ര വരും? 500 വന്നു. ഇനി അടുത്ത എന്താണ്? അതർ ചാർജസ്. അതർ ചാർജസ് 5,000 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 5,000 വേറെ ഇൻഫോർമേഷൻ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ 5,000 എന്നുള്ളത് എന്തായിരിക്കും? ആ ടോട്ടൽ മെഷീൻ എത്ര മെഷീൻ ഉണ്ടോ അത്രയും മെഷീനിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. നമുക്ക് എത്ര മെഷീൻ ഉണ്ടെന്നാണ് പറഞ്ഞത്? 5 or 6? 5 ആണ് അല്ലേ? നമുക്ക് 5 മെഷീൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 5,000 എന്നുള്ളത് എന്തായിരിക്കും? 5 മെഷീനും കൂടിയുള്ള ചാർജസ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ ഒരു മെഷീൻ്റെ കാണാനായിട്ട് ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്യാം. ഡിവൈഡഡ് ബൈ 5. ഓക്കെ,
1000 വന്നു. ഇനി നമുക്കതിനെ ടോട്ടൽ എടുക്കാം. $3,400. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് TMH കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ? ടോട്ടൽ മെഷീൻ അവർ റേറ്റ്. TMH എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ 2000 എന്തോ അല്ലേ തന്നിരുന്നേ? 2000 അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. TMH തന്നിരിക്കുന്നത് 2000 ആണ്. ഓക്കെ, എത്ര വന്നു? 1.7 വന്നു. അത് നമ്മൾ ഈ കോളത്തിലാണ് എഴുതേണ്ടത്. ഓക്കെ, അതാണ് സ്റ്റാൻഡിങ് ചാർജസിൻ്റെ ടോട്ടലായിട്ട് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? മെഷീൻ എക്സ്പെൻസ് എടുക്കാം. മെഷീൻ എക്സ്പെൻസ് എത്രയെന്ന് നോക്കാം. മെഷീൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് 7.5% എന്ന്. ഡിപ്രീസിയേഷൻ എത്രയാണ്? 7.5% കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? 20,000 ആണ്. അപ്പോൾ 20,000ൻ്റെ 7.5%. ഓക്കെ, ഇത് ഡിപ്രീസിയേഷൻ വന്നു. നെക്സ്റ്റ് എന്ത് എക്സ്പെൻസാണ് കൊടുത്തിരിക്കണേ? ഡിപ്രീസിയേഷൻ കഴിഞ്ഞു. പവർ 3,000 പെർ ആനം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പവർ നമുക്ക് ഒരു വർഷത്തേക്കാണ്. അപ്പം അതേപോലെ തന്നെ എഴുതാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കാം. പവർ, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എത്രയാണ് പറഞ്ഞിരിക്കണേ? 5,200 അല്ലേ? റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. $5,200 ഏതിൻ്റെ ബേസിസിലാണ് എടുക്കണേ? 5,200 എസ്റ്റിമേറ്റഡ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ത്രൂ ദ വർക്കിംഗ് ലൈഫ് ഓഫ് മെഷീൻ. എത്രയാണ്? 5,200 പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ഓഫ് മെഷീൻ എത്രയാണ്? 13 years ആണ്. അപ്പം 13 years കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കുള്ളത് കിട്ടും അല്ലേ? അപ്പോൾ 5,200 ഡിവൈഡഡ് ബൈ 30. 400 വന്നു. വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ? സൺട്രി എക്സ്പെൻസ് ഉണ്ട്. അത്രയാണ് 600 പെർ ആനം. അതങ്ങനെ തന്നെ എടുക്കാം. ഒരു വർഷത്തേക്കല്ലേ തന്നിരിക്കണേ? $600 പെർ ആനം. നമുക്കിതിനെ ടോട്ടൽ ചെയ്യാം. ഇതിനെ ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? EMH കൊണ്ട് ഡിവൈഡ് ചെയ്യണം. EMHും ഇതും സെയിം ആണ്. എത്ര വന്നു? 2.75 വന്നു. ഈ രണ്ടും കൂടി ടോട്ടൽ ചെയ്യുന്നതാണ് എന്ത് പറയണത്? മെഷീൻ അവർ റേറ്റ് എന്ന് പറയണത്. ഇസ് ഈക്വൽ ടു ഏത്? സ്റ്റാൻഡിങ് ചാർജസും ഈ പറയണ മെഷീൻ എക്സ്പെൻസും. ഇതിനെയാണ് മെഷീൻ അവർ റേറ്റ് എന്ന് നമ്മൾ പറയണത്. ഓക്കെ, ടോട്ടൽ മെഷീൻ അവർ റേറ്റ്. ഓക്കെ,
ഓക്കെ, അതെങ്ങനെ എഴുതേണ്ടത്? നമ്മൾ മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞിട്ട് പെർ അവറിലാണ് എഴുതേണ്ടത്. മെഷീൻ അവർ റേറ്റ് 4.45 പെർ അവർ. ഓക്കെ, ഇനി അടുത്തത് 56 ഏതാണ്? സ്ക്രാപ്പ് വാല്യൂ എസ്റ്റിമേറ്റഡ് നമ്പർ ഓഫ് ഓർബിറ്റ്. ഓക്കെ, അതും ഇതേപോലെ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതെന്താന്ന് നോക്കാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലർ ഗിവൺ ബിലോ കമ്പ്യൂട്ട് മെഷീൻ അവർ റേറ്റ് ഫോർ മെഷീൻ. കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ, എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് വന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, സ്റ്റാൻഡിങ് ചാർജസ് ഓഫ് ദ ഷോപ്പ് ഫോർ 4 വീക്ക്ലി പീരീഡ്. ഓക്കെ, സ്റ്റാൻഡിങ് ചാർജസ് ഓഫ് ദ ഷോപ്പ് ഫോർ 4 വീക്ക്ലി പീരീഡ്. ആ വീക്ക്ലി പീരീഡിൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 100 hours ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് മെഷീൻ ഇൻ എ ഷോപ്പ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ലൈബിൾ ഫോർ ഈക്വൽ ചാർജസ് ആർ 30 മെഷീൻ. പവർ യൂസ്ഡ് പെർ അവേഴ്സ് 4 യൂണിറ്റ് അറ്റ് 10 പൈസ പെർ യൂണിറ്റ്. ഇത്രയും ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇതിൽ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞ് അവർ നമ്മളായിട്ട് എടുക്കേണ്ട, അവരായിട്ട് തന്നെ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? സ്റ്റാൻഡിങ് ചാർജസ് 3000 ആണ്. അത് 4 വീക്ക്ലി പീരീഡിനുള്ളതാണ്. വീക്ക്ലി പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര അവേഴ്സാണ്? 100 hours ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ 3000 ഡിവൈഡഡ് ബൈ 100 ഇടണം. അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അതെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇല്ലുസ്ട്രേഷൻ 56 ചെയ്ത് നോക്കാം. ഇനി സ്റ്റാൻഡിങ് ചാർജസ്. ഓക്കെ, സ്റ്റാൻഡിങ് ചാർജസിനെ തന്നിട്ടുണ്ട്. എത്രയെന്ന് പറഞ്ഞാൽ 3000 അല്ലേ. 3000 ഇത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 3000 100 അല്ലേ. യെസ്, 3000 100. അപ്പോൾ എങ്ങനെ എഴുതണം? 3000 ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെയൊന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എന്താ? ഇനി അതിൽ കൊടുത്തിരിക്കുന്നത് മെഷീൻ എക്സ്പെൻസ്. ഓക്കെ, അതിന് നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇനി വേറെ സ്റ്റാൻഡിങ് ചാർജസ് ഒന്നും ഇല്ലല്ലോ, അതിനെ അവേഴ്സിലേക്ക് മാറ്റണ്ടേ. അവേഴ്സിലേക്ക് മാറ്റാനായിട്ട് വേറെ എന്ത് ഇൻഫോർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? വേറെ ഇൻഫോർമേഷൻ ഒന്നും ഇവിടെ വേറെ ഇതായിട്ട് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? എന്താണ് സ്റ്റാൻഡിങ് ചാർജസ് തന്നിട്ടുണ്ട്. അത് 4 വീക്ക്ലി പീരീഡിലേക്കുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ 100 hours പറഞ്ഞു. അങ്ങനെ 3000 ഡിവൈഡഡ് ബൈ 100 ചെയ്തു. അങ്ങനെ ഇത് കിട്ടി. അത് എത്ര മെഷീനുള്ളതാണ്? ഇത് 30 മെഷീനുള്ളതാണ് അല്ലേ. അത് ഒരു മെഷീൻ്റെ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 30 ഡിവൈഡഡ് ബൈ 30 മെഷീൻ തന്നെ കൊണ്ട് ചെയ്യണം. അപ്പോഴേ അത് ഒരു മെഷീൻ്റെ കിട്ടുള്ളൂ. ഓക്കെ, അതിവിടെ ഇത് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മെഷീൻ ഇൻ എ ഷോപ്പ് എന്നുള്ളത് 30 മെഷീനാണെന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ വിട്ടുപോകരുത്, ആ ഇൻഫോർമേഷൻ വിട്ടുപോകരുത്. അപ്പോൾ എന്താണ്? 30 എന്നുള്ളത് കണ്ടു. അപ്പോൾ ഇവിടെ ഒന്നും കൂടി എഴുതാം, ഈസ് ഈക്വൽ ടു 30. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ 30നെ ഡിവൈഡഡ് ബൈ 30 മെഷീൻ ഇല്ലേ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 30നെ ഡിവൈഡഡ് ബൈ 30 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുക? 1 ആണ് കിട്ടുക. ഇവിടെ 1 ആണ് കിട്ടുക. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? 30 വന്നു 3000ന് എൻഡ് ഡിവൈഡഡ് ബൈ 30 1 വന്നു. ഓക്കെ, ഇങ്ങനെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 30 എഴുതിയിട്ട് പിന്നെ ഇവിടെ 1 എഴുതിയാലും മതി. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇവിടെ 30 തന്നെ എഴുതാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? മെഷീൻ എക്സ്പെൻസ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇതിൽ എങ്ങനെ ചെയ്തിരിക്കണേന്ന് നോക്കാം.
ടെക്സ്റ്റിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കണേ നോക്കാം. അതിങ്ങനെ വർക്കിങ്ങിനേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, വർക്കിങ്ങിനാണ് അവിടെ 1 ആയിട്ട് കൊടുത്തിരിക്കണേ. നമുക്കിങ്ങനെ തന്നെ എഴുതാം. ഓക്കെ 30. ഇനി മെഷീൻ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെ വരണുണ്ട്, അതിലെന്തൊക്കെയുണ്ട് മെഷീൻ എക്സ്പെൻസിൽ? ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. 24,000 മൈനസ് 4,000 ഡിവൈഡഡ് ബൈ 40,000. അങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഡിപ്രീസിയേഷൻ കാണാനായിട്ട് തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് അറിയാമല്ലോ അല്ലേ, നമ്മളിനി അത് എഴുതണ്ടല്ലോ. ഇത് മാത്രം എഴുതാം. എത്രയാണ്? 24,000 മൈനസ് 4,000 ഡിവൈഡഡ് ബൈ 40,000. 4,000 ഡിവൈഡഡ് ബൈ 40,000. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് 24,000 മൈനസ് 20,000 വരും. 20,000 ഡിവൈഡഡ് ബൈ 40,000 0.5 വരും. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ എഴുതി. അത് കഴിഞ്ഞ് ഇനി അടുത്ത എന്താണ് എക്സ്പെൻസ് തന്നിരിക്കുന്നത്? റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എത്രയാണ് തന്നിരിക്കണേ? 2,000 റുപ്പീസ് തന്നിട്ടുണ്ട്. ഓക്കെ, 2,000 റുപ്പീസാണ്. അതെന്തായിരിക്കുള്ളൂ? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഡ്യൂറിങ് ദ ഹോൾ ലൈഫ് അല്ലേ, ഒരു വർക്കിംഗ് ലൈഫ് ഫുള്ളായിട്ടുള്ളതാണ് തന്നിരിക്കുന്നത്. 2,000 എത്ര അവേഴ്സാണ് അപ്പോൾ നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്? എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് എത്രയെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 40,000 അവേഴ്സാണ്. അപ്പോൾ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിന് എന്താ ചെയ്യേണ്ടത്? 2,000 ഡിവൈഡഡ് ബൈ 40,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, മെയിൻ്റനൻസ് എങ്ങനെ എടുക്കുക? 2,000. അത് 2,000 എന്നുള്ള ഹോൾ ലൈഫിലേക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലൈഫ് എത്ര അവേഴ്സ് ആണെന്ന് നമുക്ക് പിന്നീട് തന്നിട്ടുണ്ട്, മുന്നേ തന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2,000 ഡിവൈഡഡ് ബൈ 40,000 ആയിട്ട് എടുക്കാം. .05. ഓക്കെ, ഇനി അടുത്ത എന്താണ്? നമ്പർ ഓഫ് സ്റ്റാൻഡിങ് ചാർജസ് എഴുതി. വർക്കിംഗ് എത്രയെന്ന് എഴുതി. പവർ അല്ലേ, പവർ എത്രയാണ് പറഞ്ഞത്? 4 യൂണിറ്റ് 10 പൈസ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 4 × 10 പൈസ. 4 × 0.10 എത്ര വരും? 0.4 വരും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് 1 വന്നു, മെഷീൻ എക്സ്പെൻസ് ഇത്രയും വന്നു. അതിൻ്റെ ടോട്ടൽ എത്രയാണ്? എത്ര വന്നു? 1.95 വന്നു. ഓക്കെ, ഇതാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റില്ലേ? ഇനി അടുത്ത എന്താണെന്നുള്ളത് നോക്കാം. എങ്ങനത്തെയാണ്? ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് മെഷീൻ ട്രീറ്റിംഗ് ടിപ്പിക്കൽ. ഓക്കെ, ഇതും മെഷീൻ അവർ റേറ്റ് കാണാനുള്ള പ്രോബ്ലം ആണ്. നമുക്ക് നോക്കാം. 57 ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റഡ് ടു പ്രോസസ്സിംഗ് മെഷീൻ treating a typical machine. You are required to calculate the machine hour rate. Cost of machine 10,000, estimated life 10 years, scrap value 1,000, working time 50 week of 44 hours each, 2,200 hours, machine maintenance per annum 200, setting up time estimated at 5% of total productive time, electricity is 60 unit per hours at 10 paise per unit. Chemical required weekly 20, maintenance cost per year 1,200. 2 attendant
കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് ദ മെഷീൻ ടുഗദർ വിത്ത് 6 അതർ മെഷീൻ. അതും കൂടി ചേർത്താണ് ഈ മെഷീൻ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്ര മെഷീനാണ്? 6 മെഷീൻ അല്ലേ. 2 at തന്നെ കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് ദ മെഷീൻ ടുഗദർ വിത്ത് 6 അതർ മെഷീൻ എന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ 6 + 1 7 മെഷീനാണ് ടോട്ടൽ ഉള്ളത്. ദർ കമ്പൈൻഡ് വീക്ക്ലി വേജസ് ആർ 140. ആ രണ്ടുപേരും കൂടി മേടിക്കണം വീക്ക്ലി വേജസ് 140 ആണ്, രണ്ടുപേരും കൂടി ചേർത്ത്. ഡിപ്പാർട്ട്മെന്റൽ ഓവർഹെഡ് അലോക്കേറ്റഡ് ടു ദ മെഷീൻ പെർ ആനം 2000. ഓക്കെ, ഇനി നമുക്കതെങ്ങനെ കാണണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പ്രോബ്ലം ചെയ്യാം. 57 അതിൽ നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് എഴുതി. ഇനി സ്റ്റാൻഡിങ് ചാർജസിൽ ഏതൊക്കെ വരും എന്ന് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും എടുക്കാം. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് ഓഫ് മെഷീൻ എസ്റ്റിമേറ്റഡ് ലൈഫ് സ്ക്രാപ്പ് വാല്യൂ വന്നിട്ടുണ്ട്. ആ ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അത് ഏതിലാണ് പറഞ്ഞത്? അത് മെഷീൻ എക്സ്പെൻസിലാണ് പറഞ്ഞത്. ഓക്കെ, ഇനി വർക്കിംഗ് ടൈം തന്നിട്ടുണ്ട് 50 വീക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 44 അവറാണ് പറഞ്ഞത്. അതായത് അതിപ്പോൾ എത്ര വരും? അവേഴ്സ് ഉണ്ട്, അത് എത്രയാണ്? 2200 അവേഴ്സാണ് ടോട്ടലായിട്ട് പറഞ്ഞത്. മെഷീൻ മെയിൻ്റനൻസ് തന്നിട്ടുണ്ട് 200 അവേഴ്സ്. മെഷീൻ മെയിൻ്റനൻസ് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓർക്കുന്നുണ്ടോ? നമ്മൾ TMH EMH എന്നൊക്കെ പറഞ്ഞ മെഷീൻ മെയിൻ്റനൻസ് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് സെറ്റിംഗ് അപ്പ് ടൈം തന്നിട്ടുണ്ട് 5% എന്ന്. അതും നമ്മൾ പഠിച്ചു. ഏതിലാണ്? EMH കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സെറ്റിംഗ് അപ്പ് ടൈമും കൂടി മൈനസ് ചെയ്താൽ EMH കിട്ടുള്ളൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഏതോ ഒന്ന് കണ്ടുപിടിക്കാനുണ്ട് അല്ലേ? ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി വർക്കിംഗ് ടൈം തന്നിട്ടുണ്ട്. അതായത് എന്താ തന്നിരിക്കണേ? ടോട്ടലായിട്ടുള്ള വർക്കിംഗ് ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ മെഷീൻ അവർ റേറ്റ് തന്നിട്ടുണ്ട് 2200 എന്ന്. അപ്പോൾ അതിൽ നിന്ന് മെയിൻ്റനൻസ് ടൈമും തന്നിട്ടുണ്ട്, സെറ്റിംഗ് അപ്പ് ടൈമും തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? EMH എഫക്റ്റീവ് മെഷീൻ അവർ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യാം? ടോട്ടൽ മെഷീൻ അവർ റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2200 നിന്ന്. അതിൽ നിന്ന് മൈനസ് മെയിൻ്റനൻസ് എടുക്കുക. മെയിൻ്റനൻസ് എടുക്കാൻ നേരത്തേക്ക് എത്രയാണ്? 200 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 2000 കിട്ടും. ആ 2000 എന്താണ്? പ്രൊഡക്റ്റീവ് അവേഴ്സ് ആണ്. ഓക്കെ, പ്രൊഡക്റ്റീവ് അവേഴ്സിൽ നിന്ന് സെറ്റിംഗ് അപ്പ് ടൈം 5%, അതിൻ്റെ 5% എടുക്കുക. ആ 5% എടുക്കാൻ നേരത്തേക്ക് എത്ര കിട്ടുമോ അതാണ് TMH എന്നാണ്, അതാണ് EMH എന്ന് പറയുന്നത്, എഫക്റ്റീവ് മെഷീൻ അവർ റേറ്റ്. ഇതാ കണ്ടിരിക്കണണ്ട, TMH ആണ് 2200. മെയിൻ്റനൻസ് ടൈം മൈനസ് ചെയ്തു, അപ്പോൾ പ്രൊഡക്റ്റീവ് അവേഴ്സ് 2000 കിട്ടി. സെറ്റിംഗ് അപ്പ് ടൈം ഈ 2000-ൻ്റെ 5% എടുത്തു, 100 കിട്ടി. എഫക്റ്റീവ് അവേഴ്സ് 1900 ആണ്. ഓക്കെ, അപ്പം നമ്മൾ TMH ഇതാണെന്നും EMH ഇതാണെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ, TMH സ്റ്റാൻഡിങ്ങിലും കൊടുക്കണം, EMH മെഷീൻ എക്സ്പെൻസിലും എടുക്കണം, അതും മനസ്സിലായി. ഇനി അടുത്ത എന്താണ്? ഇലക്ട്രിസിറ്റി 16 യൂണിറ്റ് പെർ അവർ 10 പൈസ. അത് തന്നിട്ടുണ്ട് 60 × 10 പൈസയെന്ന്. കെമിക്കൽ റിക്വയർഡ് വീക്കിലി, കെമിക്കൽ എല്ലാം വീക്കിലി വേണമെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് ചാർജസ് ആണ്. അപ്പം 20 വീക്കിലി. എത്ര വീക്ക് ഉണ്ട്? 50 വീക്സ് ഉണ്ട്. അപ്പോൾ 20 × 50 എടുക്കാം. ഇനി എന്താണ്? മെയിൻ്റനൻസ് കോസ്റ്റ് പെർ വീക്ക്. ഓക്കെ, മെയിൻ്റനൻസ് കോസ്റ്റ് വേറെ തന്നിട്ടുണ്ട്. മെയിൻ്റനൻസ് കോസ്റ്റ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കണേ? 1200 ആണെന്ന്. അത് മെഷീനിൽ പറഞ്ഞതാണ് അല്ലേ? ഓക്കെ, ഇനി ടു അറ്റൻഡൻറ്റ് കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് ദ മെഷീൻ ടുഗദർ വിത്ത് 6 അതർ മെഷീൻ. 6 അതർ മെഷീനും നോക്കും, ഈ ഒരു മെഷീനും നോക്കും. അപ്പോൾ ടോട്ടൽ എത്ര മെഷീൻ ഉണ്ട്? 7 മെഷീൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ വാങ്ങിക്കുന്ന വേജസ് എത്രയാണ്? 140 റുപ്പീസാണ്. 2 പേർക്ക് 140 റുപ്പീസ് എന്ന് വെച്ചാൽ 7 മെഷീനിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 140 / 7. അപ്പോൾ കിട്ടണത് എന്താണോ അതാണ് എന്ത്? വീക്കിലി കിട്ടണത്. അങ്ങനെ എത്ര വീക്ക് വാങ്ങിക്കുന്നുണ്ട്? 50 വീക്സ്. ആ കിട്ടണതും കൊണ്ട് × 50 ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ് ഓവർ ഹെഡ് എത്രയാണ്? 2000 തന്നിട്ടുണ്ട്. ഓക്കെ, അത് സ്റ്റാൻഡിങ് ചാർജസ് ആണ്, അതങ്ങനെ തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ഇത് നമ്മൾ ഇനി തിരിച്ച് ചെയ്യണില്ല. എന്താണ്? ഇവിടെ TMH തന്നിട്ടുണ്ട്, അതിന് മെയിൻ്റനൻസ് ടൈം മൈനസ് ചെയ്തു, പ്രൊഡക്റ്റീവ് അവേഴ്സ് കിട്ടി, അതിൽ നിന്ന് സെറ്റിംഗ് അപ്പ് മൈനസ് ചെയ്തു, എഫക്റ്റീവ് അവേഴ്സ് കിട്ടി, TMH കിട്ടി, EMH കിട്ടി. ഓക്കെ, ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അവിടെ എഴുതാം സ്റ്റാൻഡിങ് ചാർജസിൽ. അപ്പോൾ എന്തൊക്കെയാണ് വന്നത്? ഫസ്റ്റ് കെമിക്കലാണ് അല്ലേ? കെമിക്കൽ 20 വന്നിട്ടുണ്ടായിരുന്നു, അത് ഫസ്റ്റ് എഴുതാം. $20 × 50 വീക്സ് ആണ്. സോ 50 എത്ര വന്നു? 1000 വന്നു. ഇനി അടുത്ത എന്താണ്?
മെയിൻ്റനൻസ് കോസ്റ്റ് ഇവിടെ വരില്ല. അറ്റൻഡൻസ് വേജസ് എത്രയും 140 ആണ്. അത് 7 മെഷീനുള്ളതാണ്. അപ്പോൾ 140 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ എന്താണ്, ഒരു വീക്കിനുള്ളത് കിട്ടും. അത് എത്ര വീക്കാണ്? 50 വീക്കാണ്. ഓക്കെ, എത്ര മെഷീനുള്ളതാണ്? 7 മെഷീനുള്ളതാണ്. അതിൽ നിന്ന് ഇൻറ്റു 50 വീക്സ്. അപ്പോൾ എടുക്കാൻ നേരത്തെ എങ്ങനെ കിട്ടും? ഇസ് ഈക്വൽ ടു 140 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 50. 1000 തന്നെ കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഡിപ്പാർട്ട്മെന്റൽ ഓവർഹെഡ് എന്താണ്? സ്റ്റാൻഡിങ് ചാർജസ് ആണ്. എത്ര തന്നിരിക്കണേ? 2000 എന്ന്. അത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിന്റെ ടോട്ടൽ എടുക്കാം. 4000. ഓക്കെ, ഇതിന്റെ ടോട്ടൽ എത്രയാണ്? 4000. ഇനി 4000 എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? TMH കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, TMH എത്രയാണ്? നമുക്ക് അവിടെ കണ്ടുപിടിച്ചില്ലേ? TMH എത്രയായിരുന്നു? 2000 ആണോ 2200 ആണോ? 2200 അല്ലേ? ടോട്ടൽ മെഷീൻ അവർ റേറ്റ് എത്രയായിരുന്നു? 2200 ആയിരുന്നു. സോ TMH 2200. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ 4000 ഡിവൈഡഡ് ബൈ 2200 1.8181 എന്ന് വന്നിട്ടുണ്ട്. എത്രയാണ് അപ്പോൾ? 1.82 ആയിട്ട് എടുക്കാം. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്ത എന്താണ്? മെഷീൻ എക്സ്പെൻസ്. മെഷീൻ എക്സ്പെൻസിൽ എന്തൊക്കെ വരും? ഫസ്റ്റ് ഡിപ്രീസിയേഷൻ വരും അല്ലേ? ഡിപ്രീസിയേഷൻ ഉണ്ട്. ഈ 10,000 നിന്ന് -1000 ഇടുക, ഡിവൈഡഡ് ബൈ 10 ഇടുക. ഓക്കെ, 10,000 minus 1000 divided by 10. 10,000 minus 1000 divided by 10. ഇവിടെ ക്ലോസ് ചെയ്തില്ല. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എത്ര വന്നു? 900 വന്നു. മെഷീൻ എക്സ്പെൻസ് എന്നുള്ളത് 900 വന്നു. ഇനി അടുത്തത് ഡിപ്രീസിയേഷൻ കഴിഞ്ഞ വേറെ എന്ത് എക്സ്പെൻസാണ് ഉള്ളത്? മെഷീൻ എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ എടുത്തു. ഇവിടെ ഒന്നുണ്ട്. എന്താണ്? ഇലക്ട്രിസിറ്റി എന്നുള്ളത് നമുക്ക് ഇലക്ട്രിസിറ്റിന്ന് മാത്രം കൊടുക്കുവാണെങ്കിൽ സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് എടുക്കാമായിരുന്നു അല്ലേ? പക്ഷേ ഇലക്ട്രിസിറ്റി എന്നുള്ളത് എന്താണ്? വേറെ പവർ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ മെഷീൻ ഓടാനായിട്ട് എന്തായാലും പവർ വേണ്ടേ? അപ്പോൾ ആ ഇലക്ട്രിസിറ്റി എന്നുള്ളത് നമ്മൾ എന്തായിട്ട് കണക്കാക്കുക? പവറായിട്ട് എടുക്കുക. ആ പവർ എന്നുള്ളതാണ് നമുക്ക് എന്തായാലും എടുക്കാം? മെഷീൻ മെയിൻ്റനൻസ് എന്നുള്ളതിൽ എടുക്കാം. ഓക്കെ, നമ്മൾ ഇലക്ട്രിസിറ്റി പവറായിട്ട് കണക്കാക്കിയെന്ന് ഒരു നോട്ട് വെച്ചാൽ മതി. എത്രയാണ് ഇത്? 16 × 10 പൈസ. (16 × 0.10) 1.6 വന്നു പവർ. ഇനി അടുത്ത എന്താണ്? കെമിക്കൽ പറഞ്ഞു, മെയിൻ്റനൻസ് കോസ്റ്റ് പറഞ്ഞു. മെയിൻ്റനൻസ് കോസ്റ്റ് എത്രയാണ്? 1200. 1200. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ? അറ്റൻഡൻറ്റിൻ്റെ അടുത്ത് ഇത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ എന്താണ്? EMH വെച്ച് ഡിവൈഡ് ചെയ്യണം. EMH വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താ പ്രശ്നം? ഇവിടെ ഒരെണ്ണം 1.6 അവേഴ്സിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഇങ്ങോട്ട് മാറ്റാം. ഓക്കെ, ഇതിന് നമുക്ക് ഇതിലോട്ട് മാറ്റാം. ഇനി ഇത് മാത്രം ടോട്ടൽ എടുക്കാം.
അല്ലെങ്കിൽ ഇത് ഓരോന്നും ചെയ്യാം കേട്ടോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്താണ് 900 എടുത്തില്ലേ, ആ 900 നമുക്ക് EMH കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 900നെ നമുക്ക് എന്ത് ചെയ്യാം, EMH കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മെയിൻ്റനൻസ് കോസ്റ്റ് 900 ആയിരുന്നോ? മെയിൻ്റനൻസ് കോസ്റ്റ് 1200. ഓക്കെ, 1200. ഈ 1200നെ നമുക്ക് എന്ത് ചെയ്യാം, EMH കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടോട്ടൽ ചെയ്തിട്ട് EMH കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ എത്ര വന്നു? 2100 വന്നു. ഇനി EMH കൊണ്ട് ഡിവൈഡ് ചെയ്യാം. EMH എത്രയായിരുന്നു? 1900 ആയിരുന്നു. EMH എത്രയാണ്? 1900. അതെല്ലാവർക്കും മനസ്സിലായില്ലേ കണ്ടുപിടിച്ചത്? അപ്പോൾ എത്ര വരും? 2100 ഡിവൈഡഡ് ബൈ 1900 എത്ര വരും? 1.11 ആയിട്ട് എടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യണതല്ലേ മെഷീൻ അവർ റേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടല് ഇതിലേ കാണാം. ഏതൊക്കെ? ഒന്ന് സ്റ്റാൻഡിങ്, പിന്നെ പവറിൻ്റെ എമൗണ്ട് പ്ലസ് ഇവിടെ തന്ന എമൗണ്ട്, ബാലൻസ് ഉള്ളതിൻ്റെ എമൗണ്ട് എത്ര വരും? 4.53 വന്നു. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് പറയണത്, മെഷീൻ അവർ റേറ്റ് എന്ന് പറയണത്. ഓക്കെ, ഇതാണ് നമുക്ക് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക്? ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ നിറയെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ചെയ്യാം. എങ്ങനത്തെ പ്രോബ്ലം? ഇത് ഇതേപോലെയല്ല, വേറെ ടൈപ്പാണ്. 59 മെറ്റീരിയൽ, അത് വേറെ ടൈപ്പാണ്. 60 അത് നമ്മൾ ചെയ്തതാണ് അല്ലേ. 61 കോസ്റ്റ് ഓഫ് മെഷീന് ലൈഫൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണോ നോക്കാം. റെസ്പെക്റ്റ്, സൂപ്പർവിഷൻ, റിസർവ്, വേജസ്, എസ്റ്റിമേറ്റഡ് ലൈഫ്, പ്രിപ്പയർ, കോംപ്രമൻസി, മെഷീൻ അവർ റേറ്റ്. ഓക്കെ, അപ്പോൾ 61 ഇനി നോക്കാം. 61 എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? GT ലിമിറ്റഡ് എഞ്ചിനീയറിംഗ് കമ്പനി ഹാവിങ് 25 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓട്ടോമാറ്റിക് മെഷീൻ. എത്ര മെഷീൻ ഉണ്ട് അവിടെ? 25 മെഷീൻ ഉണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മെഷീനാണ്. എന്താണ് അതിൻ്റെ ഡാറ്റ എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് മെഷീൻ എന്ന് പറഞ്ഞാൽ 50,000 ആണ്. ലൈഫ് 10 വർഷമാണ്. സ്ക്രാപ്പ് വാല്യൂ ഒന്നുമില്ല, നില്ലെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓവർ ഹെഡ് എക്സ്പെൻസ്, ഫാക്ടറി റെൻറ്റ്, ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്, സൂപ്പർവിഷൻ, റിസർവ്, എക്യുപ്മെൻറ്റ് ഓഫ് മെഷീൻ ബി, ഏരിയ ഓഫ് ഫാക്ടറി, ഏരിയ ഒക്യുപ്പൈഡ് ബൈ മെഷീൻ ബി. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വേജസ് ഓഫ് ഓപ്പറേഷൻ 24 പെർ ഡേ ഓഫ് 8 hours ഇൻക്ലൂഡിങ് ഓൾ ഫ്രഞ്ച് ബെനിഫിറ്റ്. He attend to 1 machine when it is under setup and 2 machine while under operation. Estimated production hours 3600, setup time 4000 hours, power 0.5 per hour. Prepare schedule of comprehensive machine hour rate and find cost of the following. സെറ്റപ്പ് ടൈമിലും കാണണം, ഓപ്പറേഷൻ ടൈമിലും. ജോബ് 1102നും ജോബ് 1308നും ഉള്ളത്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇതിൽ ഒരു ഇത് ശ്രദ്ധിച്ചോ, നമ്മൾ ഇത്രയും നേരം ചെയ്തതിലിരുന്ന് വ്യത്യാസമായിട്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇതിലെന്താണ്? 2 തരത്തിൽ നമ്മൾ മെഷീൻ അവർ റേറ്റ് കാണണം. ഒന്ന് സെറ്റപ്പ് ടൈമിൻ്റെ ടൈമിലും കാണണം, ഇനി ഒന്ന് ഓപ്പറേഷൻ ടൈമിൻ്റെ ടൈമിലും കാണണം. ഓക്കെ, സെറ്റപ്പ് ടൈമിൻ്റെ ടൈമിൽ നമ്മൾ ഒരു മെഷീൻ അവർ റേറ്റ് എന്തൊക്കെ വരുമോ അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ എടുത്ത് കാണണം. ഓപ്പറേഷൻ ടൈമിൽ ഇനി ഒരു കോളം വരച്ച് അതിലെന്തൊക്കെ വരുമോ അതും ചെയ്യണം. ഓക്കെ, ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോസ്റ്റ് ഓഫ് മെഷീന്, ലൈഫ് ഇതൊക്കെ തന്നെങ്കിൽ ഡിപ്രീസിയേഷൻ കാണാം. അത് രണ്ടിലും ഒരേപോലെയാണ്, വേറെ വ്യത്യാസമൊന്നും പറയണില്ല. പിന്നെ ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഫാക്ടറി റെൻറ്റ്, പിന്നെന്താണ് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിങ്, സൂപ്പർവിഷൻ, റിസർവ് എക്യുപ്മെൻറ്റ്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമുക്ക് സ്റ്റാൻഡിങ് ആണ്, സ്റ്റാൻഡിങ് ചാർജസിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഏരിയ ഓഫ് ഫാക്ടറി, ഏരിയ ഓഫ് ഒക്യുപ്പൈഡ് ബൈ മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
റെൻറ്റിൻ്റെ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി വേജസ് കൊടുത്തിട്ടുണ്ട്. വേജസ് ഓഫ് ഓപ്പറേറ്റർ 24 പെർ ഡേ ഓഫ് 8 അവേഴ്സ്. അതായത് 8 അവേഴ്സ് ഉള്ള ഒരു ദിവസത്തെ വേജസ് എന്ന് പറയണത് 24 രൂപയാണ്. അന്ന് 8 അവേഴ്സാണ് വർക്ക് ചെയ്യേണ്ടത്, അതിന് 24 രൂപയാണ് കിട്ടണത്. ഓക്കെ. ഹി അറ്റൻഡ് 1 മെഷീൻ വെൻ ഇറ്റ് ഈസ് അണ്ടർ സെറ്റപ്പ്. സെറ്റപ്പ് ചെയ്യണ ടൈമിൽ, നമുക്ക് സെറ്റപ്പ് ഓപ്പറേഷൻ ടൈമിലാണ് നോക്കേണ്ടത്. അപ്പോൾ സെറ്റപ്പ് ചെയ്യണ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് എല്ലാ മെഷീനിലും മെഷീൻ ഓക്കെ ആണോ, എഞ്ചിൻ ഇനി എന്തെങ്കിലും ഓയിൽ ഒഴിക്കണോ അല്ലെങ്കിൽ മെറ്റീരിയൽ അവിടെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെക്കണം. ആ സെറ്റപ്പ് ചെയ്യണ ടൈമിൽ ഒരു മെഷീനെ ഒരു ടൈമിൽ നോക്കുകയുള്ളൂ. ഓക്കെ. പക്ഷേ അത് ഓപ്പറേഷൻ, ആ മെഷീൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 മെഷീൻ നോക്കും. അപ്പം അതിന് വ്യത്യാസം കണ്ടോ? ആ സെറ്റപ്പ് ടൈമിൻ്റെ വേജസ് എടുക്കാൻ നേരത്തേക്കും ഈ ഒരു മെഷീൻ എന്നുള്ള പോലെ എടുക്കണം. പക്ഷേ ഈ ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് 2 മെഷീനാണ് എടുക്കണത്. അതുകൊണ്ട് ആ 2 മെഷീൻ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ഒരു മെഷീനായിട്ട് കാണേണ്ടി വരും. ഓക്കെ, നമുക്ക് കാണുമ്പോൾ നോക്കാം. പിന്നെ എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ അവർ, എസ്റ്റിമേറ്റഡ് സെറ്റപ്പ് ടൈമും തന്നിട്ടുണ്ട്, പവറും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിലിരുന്നേ നോക്കാം. ഇല്ലസ്ട്രേഷൻ 61. സ്റ്റാൻഡിങ് ചാർജസ്. ഓക്കെ, സ്റ്റാൻഡിങ് ചാർജസ്. അതിൽ ഫസ്റ്റ് എന്താ വന്നിരിക്കണേ? സ്റ്റാൻഡിങ് ചാർജസിൽ ഇവിടെ ഫാക്ടറി റെൻറ്റ് വന്നിട്ടുണ്ട്. ഫാക്ടറി റെൻറ്റ് എത്ര തന്നിരിക്കണേ? 50,000 പെർ ആനം. ഒരു വർഷത്തേക്ക് 50,000 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതപ്പോൾ അതേപോലെ തന്നെ എഴുതണമെങ്കിൽ അതേപോലെ തന്നെ എഴുതാം. പിന്നെ നമുക്ക് എടുത്ത് കണ്ടാലും മതി. ഓക്കെ, നമുക്ക് നോക്കാം. 50,000 അതേപോലെ തന്നെ എഴുതാം. അടുത്ത എന്ത് എക്സ്പെൻസാ? ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്. ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് എത്രയാണ്? 40,000 പെർ ആനം. അടുത്ത സൂപ്പർവിഷൻ അല്ലേ? സൂപ്പർവിഷൻ ചാർജസ് വന്നിട്ടുണ്ട് 1,50,000 എന്ന്. ഓക്കെ, ഇനി അടുത്ത എന്ത് ചാർജാണ്? റിസർവ് വന്നിട്ടുണ്ട്. റിസർവ് എക്യുപ്മെൻ്റ് എത്രയാണ്? 50,000. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ എത്ര വരും? അത്രയും നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് തന്നിട്ടുള്ളൂ, വേറൊന്നും സ്റ്റാൻഡിങ് ചാർജസിൽ തന്നിട്ടില്ല. ഓക്കെ, അപ്പം അതിൻ്റെ ടോട്ടൽ എത്ര വരും? ഓക്കെ, അപ്പോൾ ഒരു വർഷത്തേക്കുള്ളത് നമുക്ക് കിട്ടി. എന്താ കിട്ടിയത്? ഒരു വർഷത്തേക്കുള്ളത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഏതിലേക്കാക്കണം? ഒരു അവറിലേക്കുള്ളതാക്കണം. ഒരു അവറിലേക്കുള്ളതാക്കാൻ നേരത്തേക്കും എന്താണ് പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫാക്ടറി റെൻറ്റും ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിങ്ങും. ഓക്കെ, സൂപ്പർവിഷൻ വേറെ തരത്തിലാണ് കാണുന്നത്. ഫാക്ടറി റെൻറ്റും ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിങ്ങും ഒരു തരത്തിൽ കാണാം. എന്തുകൊണ്ട്? ഫാക്ടറി റെൻറ്റ് എന്നുള്ളത് 50,000 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതിന് എത്ര ഏരിയ വരും എന്നുള്ളത് അവർ പ്രത്യേകം തന്നിട്ടുണ്ട്. ഫാക്ടറിയുടെ ഏരിയ 80,000 ആണെന്നും അത് മെഷീൻ എടുക്കുന്നത് 3,000 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഫാക്ടറി റെൻറ്റ് കാണേണ്ടത് ഒരു വർഷത്തേക്ക് 50,000 ആണെന്ന് തന്നിട്ടുണ്ട്. ആ ടോട്ടലായിരിക്കുമല്ലോ തന്നിരിക്കുന്നത്. അതിൽ മെഷീൻ ബി ഒരു മെഷീൻ എടുക്കേണ്ടതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഏരിയ ടോട്ടലായിട്ട് 80,000 സ്ക്വയർ ഫീറ്റ് ആണെന്നും അതിൽ അത് മെഷീൻ എത്രയാണ്? മെഷീൻ ആ ഒരു മെഷീൻ മാത്രം 3,000 സ്ക്വയർ ഫീറ്റിലാണ് ഇരിക്കണേന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫാക്ടറി റെൻറ്റിൻ്റെ ഇത് കണ്ടൂടെ? എങ്ങനെ കാണുന്നത്? ഇസ് ഈക്വൽ ടു 50,000 ഡിവൈഡഡ് ബൈ എത്രയാണ്? 80,000 അല്ലേ? 80,000 ഇൻറ്റു 3,000. 3,000-ലാണ് ആ മെഷീൻ ഇരിക്കണത് അല്ലേ?
അപ്പോൾ എത്രയിലായിരിക്കുള്ളൂ? 1875 ആണ് ഇതിൽ വരണത്. ആ ഒരു മെഷീൻ്റെയാണ് പറയണത്. ഓക്കെ, ഫാക്ടറി റെൻറ്റ്. ഇനി ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കണേ? 40,000 പെർ ആനം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ലൈറ്റിങ്ങും എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു സ്പേസിൽ തന്നെയാണ് ഹീറ്റിങ്ങും ലൈറ്റിങ്ങും എടുക്കേണ്ടത്. ഓക്കെ, ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിങ്ങും ഫാക്ടറി റെൻറ്റിൻ്റെ അതേ അപ്പോർഷൻ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളത് മുന്നേ പഠിച്ചതാണ്. 40,000 ഡിവൈഡഡ് ബൈ 80,000 ഇൻറ്റു 3,000 എത്ര വരും? 1,500 വരും. പിന്നെ സൂപ്പർവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യണത് ഏതെങ്കിലും ഒന്നിനായിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് നമ്മളുടെ അടുത്ത് ഒന്ന് സെറ്റപ്പ് ടൈമിലും ഇനി ഒന്ന് ഓപ്പറേഷൻ ടൈമിലുമാണ് ഇത് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഓപ്പറേഷൻ ടൈമിലാണ് എടുക്കണേന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം. ഓക്കെ, സൂപ്പർവിഷൻ എന്താ? ഓപ്പറേഷൻ ടൈമിലാണെങ്കിൽ എത്രയാണ് പറഞ്ഞിരിക്കണേ? 2 മെഷീൻ നോക്കുമെന്നാണ് പറഞ്ഞിരിക്കണേ. ഓപ്പറേഷൻ ടൈമിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 മെഷീൻ നോക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിരിക്കാം. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഓപ്പറേഷൻ ടൈമിൽ കാണാം. ഓക്കെ, അതിൽ ഇനി എന്താണ്? സൂപ്പർവിഷൻ എത്രയാണ്? 1,50,000 പെർ ആനം ആണ്. അത് എത്ര മെഷീന് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്? 25 മെഷീന് വേണ്ടിയിട്ടാണ് ഈ 1,50,000 തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മെഷീൻ്റെയാണ് നമുക്ക് കാണേണ്ടത്. ഒരു മെഷീൻ്റെ കാണാനായിട്ട് എന്ത് ചെയ്യണം? 1,50,000 ഡിവൈഡഡ് ബൈ 25, 25 മെഷീൻ. അപ്പോൾ ഒരു മെഷീൻ എത്രയാണ്? 6,000 വരും. ഓക്കെ, ഇനി അടുത്ത റിസർവ് എക്യുപ്മെൻറ്റിന് എന്താ കൊടുത്തിരിക്കണേ? 5,000 പെർ ആനം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ തന്നെ എഴുതാം. ഒരു വർഷം 50,000 5,000 5,000 ആണേ. 5,000. അപ്പം ഇതിൻ്റെ ടോട്ടൽ എത്ര വരും? 14,375 വന്നു. ഇനി ഇതിനെ വേണം TMH കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്. ഇതിൽ TMH എന്താണ് തന്നേക്കണേ നോക്കാം. ഓക്കെ, TMH എത്രയാണ് തന്നിരിക്കണേ? ഇവിടെ പറഞ്ഞിരിക്കണേ TMHൻ്റെ കാര്യം. എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ അവേഴ്സ് തന്നിട്ടുണ്ട്. EMH തന്നിട്ടുണ്ട്. EMH തന്നിട്ട് പിന്നെ എന്താ ചെയ്തേക്കണേ? എസ്റ്റിമേറ്റഡ് സെറ്റപ്പ് ടൈം തന്നിരിക്കണേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? TMH കണ്ടുപിടിക്കണം. TMH കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എഴുതിയില്ലേ? എന്തായിരുന്നു? TMHൻ്റെ കൂടത്തിൽ നമ്മൾ മെയിൻ്റനൻസ് ചാർജ് മൈനസ് ചെയ്യുക, അതിൽ നിന്ന് സെറ്റപ്പ് കോസ്റ്റ് മൈനസ് ചെയ്താൽ EMH കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യണം? ഇതിൽ EMH തന്നിട്ടുണ്ട് 3,600 എന്ന്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് പോകണം. സെറ്റപ്പ് ടൈം എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് മെയിൻ്റനൻസ് പ്ലസ് ചെയ്യണം. മെയിൻ്റനൻസ് ചാർജസ് പ്ലസ് ചെയ്യാനായിട്ട് മെയിൻ്റനൻസ് ചാർജസ് ഇവിടെ തന്നിട്ടുണ്ടോ? മെയിൻ്റനൻസ് ചാർജസ് ഒന്നും തന്നിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും മാത്രം എടുക്കുക. അതാണ് ഇത് എസ്റ്റിമേറ്റഡ് EMHൽ നിന്ന് സെറ്റപ്പ് ടൈം പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് TMH ആയിട്ട് എടുക്കുക. അപ്പോൾ 3,600 പ്ലസ് 400 അതാണ് നമ്മുടെ TMH ആയിട്ട് എടുക്കേണ്ടത്. 3,600 പ്ലസ് 400 എത്ര വരും? 4,000. ആ 4,000 ആണ് നമുക്ക് എന്തായിട്ട് എടുക്കേണ്ടത്? ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പുറത്തൊരു കോളം കൂടി എടുക്കാം. എന്ത് വരും? 14,375 ഡിവൈഡഡ് ബൈ 4,000 3.59 എന്ന് എടുക്കാം. 3.59 അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് മെഷീൻ എക്സ്പെൻസ്. മെഷീൻ എക്സ്പെൻസിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? ഡിപ്രീസിയേഷൻ. ഫസ്റ്റ് ഡിപ്രീസിയേഷൻ 50,000 നിന്ന് മൈനസ് ചെയ്യാനൊന്നുമില്ല, ഡിവൈഡഡ് ബൈ 10 ഇട്ടാൽ മതി അല്ലേ? $50,000 ഡിവൈഡഡ് ബൈ 10 എത്ര വരും? 5,000 വരും. ഇനി അത് 5,000 വന്നു. ഇനി അതിന് എന്ത് ചെയ്യാം? ശരി, ആ 5,000 അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം. ഇനി അടുത്ത എക്സ്പെൻസ് എന്താണ്? ഫാക്ടറി ഹീറ്റിംഗ്, സൂപ്പർവിഷൻ, റിസർവ്, ഏരിയ എടുത്തു, ഇതെടുത്തു, വേജസ്. ഇനി അടുത്തത് എന്താണ്? ഓപ്പറേറ്ററുടെ വേജസ് എടുക്കണം. ഓപ്പറേറ്ററുടെ വേജസ് നമ്മൾ ഈ കാണുന്നത് എന്തിലാണ്? ഓപ്പറേഷന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ
ഒരു തരത്തിലെടുക്കണം. അപ്പോൾ നമുക്ക് ഓപ്പറേഷന് വേണ്ടി ഫസ്റ്റ് കാണാം. ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വേജസ് എങ്ങനെയാണ്, ഒരു ദിവസത്തേക്കുള്ളത് 24 രൂപയാണ്. ആ 24 രൂപ എന്നുള്ളത് ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 8 മണിക്കൂറുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറത്തേക്ക് കാണാനായിട്ട് 24 ഡിവൈഡഡ് ബൈ 8 എടുക്കാം. അപ്പോൾ 3 റുപ്പി കിട്ടും. ആ 3 റുപ്പി സെറ്റപ്പ് ടൈമിലാണെന്നുണ്ടെങ്കിൽ, സെറ്റപ്പ് ടൈമിൽ ഒരു മെഷീനെ നോക്കുള്ളൂ ഒരു എണ്ണം. അപ്പോൾ ആ 3 റുപ്പി അങ്ങനെ തന്നെ എടുക്കാം. ഇനി ഓപ്പറേഷൻ്റെ ടൈമിലാണ് നോക്കണേന്നുണ്ടെങ്കിൽ 2 മെഷീൻ നോക്കും. മെഷീൻ ഓടിക്കൊണ്ടിരിക്കണമെങ്കിൽ 2 മെഷീൻ ഒരേ സമയം നോക്കും. അപ്പോൾ എന്താണ്, ആ 3നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. നമുക്ക് ഒരു മെഷീൻ്റെ മതി അല്ലേ. നമ്മൾ ആദ്യം ഓപ്പറേഷൻ്റെ ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേജസ് എത്രയാണ്? 24 അല്ലേ. 24 റുപ്പീസ് എന്നുള്ളത് 8 അവേഴ്സിനുള്ളതാണ്. അത് ഡിവൈഡഡ് ബൈ 2, 2 മെഷീനാണ് നോക്കണത്. കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? 24 റുപ്പീസ് എന്ന് പറയുന്നത് 8 അവേഴ്സിനുള്ളതാണ്. ഒരു ദിവസം 8 അവേഴ്സാണ്. അങ്ങനെ ഓപ്പറേഷൻ ടൈമിൽ അയാൾ 2 മെഷീൻ നോക്കും. നമുക്ക് ആക്ച്വലി ഒരു മെഷീൻ്റെ മതി. അപ്പോൾ എത്രയായി? 1.5. ഈ 1.5 നമുക്ക് നേരത്തെ എഴുതിയ പോലെ അപ്പുറത്തേക്ക് എഴുതാം. ഓക്കെ, ബാലൻസ് പെർ ഇയർ ആണ്. ഇത് ഒരു അവറിലേ അല്ലേ കിട്ടിയിരിക്കണേ, അതുകൊണ്ടാണ്. ഇനി അടുത്ത എക്സ്പെൻസ് എന്താണ്? വേജസ് കഴിഞ്ഞു, സെറ്റപ്പ് ടൈം കഴിഞ്ഞു, പവർ തന്നിട്ടുണ്ട്. പവർ എത്ര? 0.5 എന്ന് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ പവർ എടുക്കുക, 0.5 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് മാത്രം നമുക്ക് കണ്ടാൽ മതി. ഇതെന്താ? ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ എത്രയെന്ന് നമ്മൾ ഒരു വർഷം എത്രയാണ് പറഞ്ഞതെന്ന് കണ്ടുപിടിച്ചു അല്ലേ. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? EMH കൊണ്ട് ഡിവൈഡ് ചെയ്യണം. EMH എത്രയാണ് നമുക്ക് തന്നിരുന്നത്? 3600 ആണ്. ആ 3600 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ടാം, അല്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ മതി. എന്താണ്? 5000 ഡിവൈഡഡ് ബൈ 3600 എത്ര വരും? 1.39 വരും. 388 ഏതൊന്നും. സോ ഇതിൻ്റെ ടോട്ടൽ എത്ര വരും? മെഷീൻ അവർ 3.39 എന്ന് വരും. ഓക്കെ, 3.39. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ടോട്ടൽ എടുക്കുന്നതാണ് മെഷീൻ അവർ റേറ്റ് ഇൻ ഓപ്പറേഷനിലുള്ളതാണ്. നമുക്ക് 2 തരത്തിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കണേ. ഇതിപ്പോൾ ഓപ്പറേഷനിലുള്ള മെഷീൻ അവർ റേറ്റ് കിട്ടി 6.98 എന്നുള്ളത് റേറ്റ് ഓപ്പറേഷനിലിരിക്കുമ്പോൾ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇനി സെറ്റപ്പ് ടൈമിലിരിക്കുമ്പോൾ ഉള്ളത് കാണണം. സെറ്റപ്പ് ടൈമിലിരിക്കുകയാണെങ്കിൽ ഇതിൽ വലിയ വ്യത്യാസം വന്നില്ല. നമ്മൾ നോക്കിയപ്പോൾ ഏതിന് മാത്രമേ വ്യത്യാസം വന്നുള്ളൂ? ആ വേജസിന് മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. അതുകൊണ്ട് ഇതങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് വേജസിന് മാത്രമേ വേറെ വ്യത്യാസമൊന്നും വന്നില്ല അല്ലേ. ഇത് അതേപോലെ ഡിപ്രീസിയേഷനും വ്യത്യാസമൊന്നും വന്നില്ല. വേജസിനാണ് വ്യത്യാസം വന്നത്. വേജസ് സെറ്റപ്പ് ടൈമിൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? 2 മെഷീനല്ല, ഒരു മെഷീന് നോക്കുള്ളൂ. ഒരു മെഷീനെ അയാൾക്ക് ഒരേ സമയം നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ ഡിവൈഡഡ് ബൈ 2 വേണ്ട അല്ലേ. ഡിവൈഡഡ് ബൈ 2 കൊടുക്കണ്ട. കാരണം എന്താ? ഒരു മെഷീനല്ലേ നോക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കാരണം ആ ഒരു മെഷീൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കണത്. അയാൾക്ക് കിട്ടണ വേജസിന് വ്യത്യാസമൊന്നുമില്ല. 24 റുപ്പീസാണ് ഒരു ദിവസം കിട്ടണം. ഒരു ദിവസം 8 മണിക്കൂറാണുള്ളത്. അയാൾ ചെയ്യണ ജോലിക്ക് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഓപ്പറേഷൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ അത് 2 മെഷീൻ നോക്കും. സെറ്റപ്പ് ടൈമിൻ്റെ ടൈമിലാണെങ്കിൽ അത് ഒരു മെഷീനെ നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് എന്താണ് വിട്ട് കളഞ്ഞത്, വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ എത്ര വരും? 8 ഇവിടെ എത്ര വന്നേ? 6.98 വന്നു. ഇവിടെ 8.48 വന്നു അല്ലേ. ഇനി നമ്മൾ അതിൽ എന്താ കൊടുത്തിരിക്കണേ? വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ സെറ്റപ്പ് ടൈമിൽ പവർ ആവശ്യമുണ്ടോ? നമ്മൾ സെറ്റ് ചെയ്യണേനാണെങ്കിൽ പവർ വേണോ?
ഇല്ല, ഒന്ന് അടുക്കി പിറക്കി അതിൻ്റെ ഉള്ളിൽ ഇടണേന് വേണ്ട. എല്ലാം സെറ്റപ്പ് ടൈം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പവർ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ പവർ വേണ്ട. ഓക്കെ, അങ്ങനെ 7.98 ആണ് ഈ സെറ്റപ്പ് ടൈമിലെ ഇത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അതാ ജോബിൻ്റെ അല്ലേ. സെറ്റപ്പ് ടൈമിൽ ജോബ് 1102-ന് 80 അവേഴ്സാണ് ചെയ്യണതെന്ന്. 80 അവേഴ്സാണ് ചെയ്യണത്. അപ്പോൾ സെറ്റപ്പ് ടൈമിൽ എത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്? എത്ര അവർ എന്നാണ് പറഞ്ഞിരിക്കണേ? 7.98 അവറാണ് അല്ലേ. അപ്പോൾ 80 × 7.98 കാണാം. അതേപോലെ 40 × 7.98 കാണാം. പിന്നെ ഓപ്പറേഷൻ ടൈം എത്രയാണ്? 1.30 ആണ്. അത് എത്രയാണോ വന്നത് അത് അതേപോലെ തന്നെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജോബ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. മെഷീൻ അവർ സെറ്റപ്പ് ടൈമിൽ 7.98-ഉം ഇവിടെ ഇതിൽ 6.98-ഉം ആണ്. നമുക്കിത് ഇത് വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതാ സെറ്റ് ടൈമിൽ 80 അവേഴ്സ് തന്നിട്ടുണ്ട്. ഓപ്പറേഷന് 130 അവേഴ്സ് തന്നിട്ടുണ്ട്. ജോബിന് 40 അവേഴ്സ് തന്നിട്ടുണ്ട്. 160 അവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 80 അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് 7.98 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതനുസരിച്ച് 80 × 7.98 ഇടുക. ഇത് 40 × 7.98 ഇടുക. ഓപ്പറേഷൻ കോസ്റ്റ് ആണെങ്കിലും 6.98 ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. 6.98 ആണ്. ആ 6.98-ൽ 130 അവേഴ്സ് × 6.98, 160 അവേഴ്സ് × 6.98 ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന മെഷീൻ അവർ റേറ്റിൻ്റെ പ്രോബ്ലം. നമുക്ക് CAയുടെ ടെക്സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതിൽ നിറയെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, അത് എടുക്കാം. CA മെറ്റീരിയലിലെ പ്രോബ്ലമാണ്. മെഷീൻ കോസ്റ്റ് 1 crore. അതിന് എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം 10 years ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദിസ് പീരീഡ് സ്ക്രാപ്പ് വാല്യൂ 9 lakh എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ കാണാനുള്ളതാണ്. ഓക്കെ, ഡിപ്രീസിയേഷൻ കാണും. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? 1 crore മൈനസ് 9 lakh ഡിവൈഡഡ് ബൈ 10 years. ഓക്കെ, 10 years എന്ന് പറയാൻ നേരത്തെ അത് എത്ര കിട്ടുള്ളൂ? 1 ഇയറിനുള്ളതാണ് കിട്ടിക്കുന്നത്. ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ അത് 1 ഇയറിനുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി അത് ഒരു മാസത്തേക്ക് ഇനി ഒരു മാസത്തേക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്ത് ചെയ്യണം? അതിനെ ഡിവൈഡഡ് ബൈ 12 കൊടുത്താൽ മതി അല്ലേ. 12 കൊടുത്താൽ ഒരു മാസത്തേക്ക് കിട്ടും. ഓക്കെ, ഇനി റിപ്പയർസ് ഡ്യൂറിങ് ദ ഹോൾ ലൈഫ് ഓഫ് ദ മെഷീൻ ആർ എക്സ്പെക്റ്റഡ് ടു 18 lakh. റിപ്പേഴ്സ് എന്ന് പറയുന്നത് 18 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഹോൾ ലൈഫ് മെഷീൻ്റെ മുഴുവൻ ലൈഫ് ടൈമിൽ വരുന്നതാണ് ആ റിപ്പേഴ്സ് 18 lakh എന്നുള്ളത്. അപ്പോൾ മെഷീൻ്റെ ലൈഫ് ടൈം എത്രയാണ്? ആൻഡ് മെഷീൻ ഈസ് എക്സ്പെക്റ്റഡ് ടു റൺ 4380 hours. 4308 hours ആണ് അത് റൺ ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 80 lakhനെ 4380 hours കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ അല്ലേ? ഓക്കെ, അവേഴ്സ് പെർ ഇയർ 4080 അവേഴ്സ് പെർ ഇയർ ആണ്. പെർ ഇയർ എന്ന് പറയാൻ നേരത്ത് നമുക്ക് എത്ര വർഷമാണ് ശരിക്കും പറഞ്ഞാൽ 80 lakh എന്ന് പറയുന്നത്? അത് എത്ര ഇതിലാണ്? 10 years ആണ്. അപ്പോൾ 4380 × 10 ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ 800 hours. ഓക്കെ, ഇനി ഇലക്ട്രിസിറ്റി 15 unit പെർ അവർ. ഒരു യൂണിറ്റിന് ഒരു അവറിൽ 15 unit ആണ്. അങ്ങനെ അതിൻ്റെ റേറ്റ് എത്രയാണ്? × 5 ആണ്. ഓക്കെ, × 5 ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റേറ്റ് പെർ യൂണിറ്റ് ബിയും 5 rupees എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു. ഇനി എന്താണ്? മെഷീൻ ഒക്യുപ്പൈഡ് 1/4 ഓഫ് ദ ഏരിയ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഹാസ് 2 points ഔട്ട് ഓഫ് ദ ടോട്ടൽ ഓഫ് 10 for ലൈറ്റിംഗ്. ഓക്കെ, മെഷീന് 1/4 ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് 2 points ഉണ്ട് ഔട്ട് ഓഫ് ദ 10 for ലൈറ്റിംഗ്. ഇനി ഫോർമൻ ഹാസ് ടു ഡിവോട്ട് എബൌട്ട് 1/6 ഓഫ് ദ ടൈം ടു ദ മെഷീൻ. അപ്പോൾ ഫോർമാൻ്റെ വേജസിൽ നിന്ന്
1/6 എടുക്കണം. മന്ത്ലി റെൻറ്റ് എത്ര? 30,000 ആണ്. മന്ത്ലി റെൻറ്റ് എത്ര പറഞ്ഞിരിക്കണേ? 30,000 ആണ്. അപ്പോൾ 30,000 ഇവിടെ പറഞ്ഞില്ലേ നമ്മൾ മെഷീനിലുള്ള ഏരിയ എത്ര പറഞ്ഞിട്ട് 1/4 ആണ് എടുക്കേണ്ടത്. 1/4 മാത്രമേ മെഷീൻ യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ 30,000 ഇൻറ്റു 1/4 എടുക്കുക. ലൈറ്റിങ്ങിന് 8,000 പെർ മന്ത്. ലൈറ്റിങ്ങിന് എന്താ പറഞ്ഞിരിക്കണേ? 2 പോയിന്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ 8,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 10 ആണ്. 10 ഫോർ ലൈറ്റിംഗ്. ഇനി ദ ഫോർമൻ ഈസ് പെയ്ഡ് മന്ത്ലി സാലറി 19,200 ആണ്. 19,000 ഫോർമന് സാലറി കൊടുക്കുന്നുണ്ട്. പക്ഷെ അയാൾ എത്രയാണ് ഈ മെഷീനിന് വേണ്ടി ഉപയോഗിക്കുന്നത്? 1/6 ആണ്. അപ്പോൾ 19,200 ഇൻറ്റു 1/6. ഓക്കെ. മെഷീൻ അവർ റേറ്റ് അസ്യൂമിങ് ഇൻഷുറൻസ് ഈസ് 1%. ഇൻഷുറൻസ് 1% ആണ്. എത്രയാണ്? 1 crore. 1 crore 1%. അത് എത്രയിലായിരിക്കുള്ളൂ? അത് ഒരു വർഷത്തേക്കുള്ളതല്ലേ. ഇനി ഒരു മാസത്തേക്ക് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ. ഇനി എന്താണ്? എക്സ്പെൻസ് ഓൺ ഓയിൽ. അപ്പോൾ അത്ര എക്സ്പെൻസ് എത്രയാണ് പറഞ്ഞിരിക്കണേ? 900 പെർ മന്ത് ആണ്. ഓക്കെ. അതങ്ങനെ തന്നെ എടുക്കാം. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലിരുന്ന് തുടങ്ങാം. നമ്മളെന്താ സ്റ്റാൻഡിങ് ചാർജസ് എടുക്കുക എപ്പോഴും പോലെ. കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്, എന്നാൽ ഈസിയാണ് അല്ലേ, നമ്മൾ പഠിച്ച പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് എടുക്കുക. സ്റ്റാൻഡിങ് ചാർജസിൽ എന്താണ്? സ്റ്റാൻഡിങ് ചാർജസിൽ ഏതൊക്കെ വരും ഇതിൽ? ഡിപ്രീസിയേഷൻ വരില്ല. റെൻറ്റ് വരും അല്ലേ. റെൻറ്റിന് നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കണേ? റെൻറ്റിന് 30,000 ആണ്. റെൻറ്റ് ഓക്കെ. റെൻറ്റ് 30,000 ആണ്. അതിൽ നമ്മൾ പറയുന്നുണ്ട് എത്രയാണ്? 1/4 അതിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അവർ. അപ്പോൾ അതെടുക്കാം. $30,000 ഡിവൈഡഡ് ബൈ 4, 7,500 റെൻ്റായിട്ട് എടുക്കാം. ഇനി എന്താ എടുക്കാൻ പറ്റണേ? ലൈറ്റിംഗ് ചാർജസ് അല്ലേ. റെൻറ്റിൻ്റെ കൂടെ തന്നെ പറയണേന് ലൈറ്റിംഗ് ചാർജസ് പറയുന്നുണ്ട്. ലൈറ്റിംഗ് ചാർജസ് എത്രയാണ് പറഞ്ഞിരിക്കണേ? 8,000 ആണ്. 8,000 എന്നുള്ളത് 2 പോയിന്റ് ഉണ്ട്. അങ്ങനെ ഡിവൈഡഡ് ബൈ 10, 2 പോയിന്റ് ടോട്ടൽ 10 പോയിന്റ് ഉണ്ട്. അതിൽ 2 പോയിന്റ് ആണ് ഇതിന് വേണ്ടി ഉപയോഗിക്കണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ LIGHT ലൈറ്റിംഗ് എത്രയാണ്? 8,000. 8,000-ൽ 2 പോയിന്റ് ഇതിന് വേണ്ടി ഉപയോഗിക്കണുള്ളൂ. എത്രയിലാണ്? ടോട്ടൽ എത്രയാണ്? 10 പോയിന്റ് ഉണ്ട്. അപ്പോൾ 8,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 10, 1,600. ഓക്കെ. റെൻറ്റും ആയി, ലൈറ്റിങ്ങും ആയി. ഇനി അടുത്തത് എന്താണ്? ഫോർമൻ സാലറി. ദ ഫോർമൻ ഈസ് പെയ്ഡ് മന്ത്ലി സാലറി. അത് ഇവിടെ തന്നെ എടുക്കാം അല്ലേ. സാലറി എത്രയാണ്? 19,200 ആണ്. പക്ഷെ 19,200-ൽ അവർ എത്രയേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് 1/6 ആണ് ഈ മെഷീനിന് വേണ്ടി കൊടുത്തിരിക്കണതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ഈ മെഷീനിനുള്ളത് എടുത്താൽ പോരെ. 19,200 ഡിവൈഡഡ് ബൈ 1/6, 3,200. ഇനി അതേപോലെ കൊടുത്തിരിക്കണത് എന്താണ്? ഇൻഷുറൻസ് അല്ലേ. ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് എത്രയാണ്? 1 crore മെഷീന് 1%. അത് ഒരു വർഷത്തേക്ക് കാണും. അത് ഡിവൈഡഡ് ബൈ 12 മന്ത് ഇട്ടാൽ ഒരു മാസത്തേക്കുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈസ് ഈക്വൽ ടു 1 crore ഇൻറ്റു 1% ഡിവൈഡഡ് ബൈ 12. എത്ര വരും? 833. ഇത് റൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ. റൗണ്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കണേ?
അതർ എക്സ്പെൻസ് 900 പെർ മന്ത്. അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 900 പെർ മന്ത്. ഓക്കെ, ഇനി വേറെ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതിൻ്റെ ടോട്ടൽ കാണണം. എത്ര വന്നു? 21,533 വന്നു. ഓക്കെ, ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. അത് നോക്കാം, അത് വരട്ടെ. ലാസ്റ്റ് നമുക്ക് ഈ എക്സ്പെൻസ് എല്ലാം എടുക്കാം. ഇനി മെഷീൻ എക്സ്പെൻസിൽ എന്താണ്? മെഷീൻ എക്സ്പെൻസിൽ ഫസ്റ്റ് ഡിപ്രീസിയേഷൻ. എങ്ങനെയാണ് പറഞ്ഞിരിക്കണേ? 1 crore 9 lakh. നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ? 1 crore 9 lakh കൊണ്ട് മൈനസ് ചെയ്തിട്ട് അത് ഡിവൈഡഡ് ബൈ 10 years ആണ്. ഓക്കെ, ഇൻറ്റു 12 ആണ്. നമുക്കത് ഇതേപോലെ തന്നെ ചെയ്യാം. $1 crore 9 lakh മൈനസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10 years എടുക്കണം. അപ്പോൾ ഒരു വർഷത്തേക്ക് കിട്ടും. ഇനി ഒരു മാസത്തേക്ക് കാണാനായിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ കണ്ടുപിടിച്ച അതേ ഇത് തന്നെ നമ്മളിവിടെ എഴുതിയില്ലേ? 1 crore ആണ് മെഷീൻ്റെ വാല്യൂ. അത് സ്ക്രാപ്പ് വാല്യൂ 9 lakh ആണ്. അപ്പോൾ 9 lakh മൈനസ് ചെയ്യുക. അതിൽ നിന്ന് ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദ മെഷീൻ 10 year ആണ്. അപ്പോൾ എത്ര കിട്ടും? ഒരു വർഷത്തേക്ക് കിട്ടും. ഒരു മാസത്തേക്ക് കാണാനായിട്ടോ ഡിവൈഡഡ് ബൈ 12 ചെയ്യാം. ആ സംഭവം തന്നെ ഇവിടെ ചെയ്തിരിക്കണം. ഓക്കെ, ഡിപ്രീസിയേഷൻ ചെയ്തു. ഇനി വേറെ എന്താ എടുക്കാൻ പറ്റിയത്? ഡിപ്രീസിയേഷൻ അല്ലാണ്ട് റിപ്പയേഴ്സ് എടുക്കാൻ പറ്റും അല്ലേ? റിപ്പയേഴ്സ് 18 lakh ആണ്. അത് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ മെഷീനാണ്. അപ്പോൾ എത്രയാണ് ലൈഫ് ടൈം വന്നിരിക്കുന്നത്? 4,380 പെർ ഇയർ. അങ്ങനെ 4,380 അവേഴ്സിന്. ഓക്കെ, ഇൻറ്റു 10 hour. അപ്പോൾ റിപ്പയേഴ്സ് നമ്മൾ ഇതേ കണ്ടുപിടിച്ച അതേ സംഭവം ഇതാ ഇവിടെ 18 lakh ഡിവൈഡഡ് ബൈ 43,800. ഡിവൈഡഡ് ബൈ ഇൻറ്റു അല്ല, ഡിവൈഡഡ് ബൈ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. ഡിപ്രീസിയേഷൻ വേണമെങ്കിൽ ഇരിക്കട്ടെ, റൗണ്ട് ചെയ്തെടുക്കാം. റിപ്പയേഴ്സുമായി എന്തായി? ഡിപ്രീസിയേഷനും ആയി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതിൽ? ഇലക്ട്രിസിറ്റി വേറെ ഒന്നും പറയാത്തതുകൊണ്ട് അത് നമുക്ക് പവറായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 50 യൂണിറ്റിന് 5, 15 × 5 പവറായിട്ട് തന്നെ എടുക്കാം. പവർ 15 × 5 75 വന്നു. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ എക്സ്പെൻസ്. അതിനെ നമുക്ക് ടോട്ടൽ ചെയ്യാം. എത്ര വന്നു? 7,599 ആയി. ഇനി നമുക്ക് ഒരു അവേഴ്സിനുള്ളത് കാണണം അല്ലേ? ഒരു അവറിനുള്ളത് കാണണം. അവറിനുള്ളത് കാണാനായിട്ട് എന്താ ചെയ്യണ്ടേ?
ഇവിടെ ടി എം എച്ച് ഇ എം എച്ചും കാണാനുള്ള ക്ലൂ എന്താ തന്നിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തേക്ക് 4308 അവേഴ്സാണ് ഉള്ളതെന്ന് അല്ലേ, എക്സ്പെക്റ്റ് ചെയ്യണേ എന്നുള്ളത്. അത് ഒരു വർഷത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് അതെങ്ങനെയായിരിക്കുള്ളൂ? 4308 ഡിവൈഡഡ് ബൈ 12 365 ആയിരിക്കുള്ളൂ. അത് ഒരു മാസത്തേക്ക്. രണ്ടും സെയിം തന്നെയല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോട്ടലിന് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 365, അത് 21,533 ഡിവൈഡഡ് ബൈ 365 ഇടാം. ഇവിടെ ഡിപ്രീസിയേഷൻ മാത്രമേ ഇതിലുള്ളൂ, ബാക്കിയെല്ലാം അവേഴ്സിലേക്ക് കൺവേർട്ട് ആയി ആണ് ചെയ്തേക്കണേ. അപ്പോൾ ഡിപ്രീസിയേഷന് നമ്മൾ എന്ത് ചെയ്യുക? 75,833 ഡിവൈഡഡ് ബൈ 365. ബാലൻസ് ഇങ്ങനെ എടുത്ത് എഴുതുക. ടോട്ടൽ അപ്പോൾ എത്ര വരും? മെഷീൻ അവർ റേറ്റ് 382.86 എന്നുള്ളത് വരും. ഇതാണ് മെഷീൻ അവർ റേറ്റ്. ഓക്കെ ഓക്കെ ഇനി വേറെ പ്രോബ്ലം ഉണ്ടാകും, നോക്കാം.